Good morning, dears. After long days, I'm back with the video. Now we are taking the subject, language and linguistics, and we have already finished TG grammar. If you have any doubts regarding that topic, you can call me or contact me through WhatsApp. And now we are moving to the next chapter, and that is linguistics. What is linguistics? That is a second chapter, second module, and we have to go for the third module after this. Okay, this is a short chapter. And what is linguistics? I have already told you about linguistics and we have talked about linguistics, isn't it? What is linguistics? Linguistics is the scientific study of language, isn't it? Linguistics is the scientific study of language and that is systematic. That means linguistics is a systematic study of language or scientifically systematic study of language. And what is it? In another words, we can say that linguistics is a scientific study of language which is systematic and the principles governing their combination and organization. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അവിടെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്, അത് സിസ്റ്റമാറ്റിക് ആണ്, ഗവേണിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, റൂൾസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് വേർഡ്സ് ഓർ സെൻറ്റൻസസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു അബൌട്ട് ദാറ്റ്. ആൻഡ് എന്തൊക്കെയാണ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കാം. Gathering of data in a methodical manner. മനസ്സിലാവുന്നുണ്ടോ? Analysis of the data, determination of the relationship between facts, formulation of causal explanation, verification and validation of explanation, generalization, science is that proven ideas. That means gathering of data in a methodical manner. എന്താണ് gathering of data in a methodical manner എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. അതായത് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നേറ്റീവ് സ്പീക്കേഴ്സ്, നേറ്റീവ് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ ഭാഷയുടെ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഭാഷയാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഗാദറിംഗ് ഓഫ് ഡാറ്റ ഇൻ എ മെത്തോഡിക്കൽ മാനർ. ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ അത് മെത്തോഡിക്കലി എന്ത് ചെയ്യുന്നു, അതിനെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ദെൻ അനലൈസിങ് ഓഫ് ദ ഡാറ്റ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാണ്. അനാലിസിസ് ഓഫ് ദ ഡാറ്റ, അനലൈസിങ് ദ ഡാറ്റ. മനസ്സിലാകുന്നുണ്ട്? ഡാറ്റ, ഗിവൺ ഡാറ്റയെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്, എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ്. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ്. ഫാക്ട്സ് ആണോ എങ്ങനെയാണെന്നുള്ളത് അവർ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ചില റൂളുകൾ, ഇഫ് ദേ ഹാവ് ഫോംഡ് സം റൂൾസ് ആൻഡ് ഇഫ് ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ, ദെൻ ദേ വിൽ ഗോ ഫോർ അനദർ റൂൾ ഓർ ദേ വിൽ ഡിസ്കാർഡ് ദിസ് റൂൾ. മനസ്സിലാവുന്നുണ്ടോ? ചില റൂളുകൾ അവരത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ്, ഫോർമുലേഷൻ ഓഫ് കാഷ്വൽ എക്സ്പ്ലനേഷൻസ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് കാഷ്വൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു. അതായത് ഇങ്ങനെയാണ് വന്നത്, ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ എക്സ്പ്ലനേഷൻസിലൂടെ അവർ തരുന്നു. ദെൻ വെരിഫിക്കേഷൻ, വാലിഡേഷൻ. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വരുന്നത്. ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു വെരിഫൈ, if they have started verifying and they found that it is not suitable for some other sentences, they will reformulate the sentences, rules. ഓക്കെ, അപ്പോൾ റൂൾസ് വീണ്ടും റീഫോർമുലേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യാം. വാലിഡേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് എത്രത്തോളം വാലിഡ് ആവുന്നുണ്ട്, എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ളത് അവർ നോക്കും. ദെൻ ജനറലൈസേഷൻ. ജനറലൈസ് ചെയ്തിട്ടുള്ള റൂളുകൾ അവർ കൊണ്ടുവരുന്നു. ദെൻ ഞാനിവിടെ ഇതുവരെയാണ് നമ്മുടെ പോയിന്റുകൾ കേട്ടോ. ഗാദറിംഗ് ഓഫ് ഡാറ്റ ഇൻ മെത്തോഡിക്കൽ മാനർ, അനാലിസിസ് ഓഫ് ദ ഡാറ്റ, ഡിറ്റർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ്, ഫോർമുലേഷൻ ഓഫ് കാഷ്വൽ എക്സ്പ്ലനേഷൻ, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ, generalization. These are the points regarding with the scientific study of linguistics. And the final thing I have written is here, science is a proven idea. Science എന്ന് പറയുന്നത് എന്താണ്? ഐഡിയാസിനെ പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? പ്രൂവൺ ചെയ്തിട്ടുള്ള ഐഡിയാസ് ആണ് എന്ത് സയൻസ് എന്ന് പറയുന്നത് അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്യുമ്പോഴാണ്, അതായത് പ്രൂവൺ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ ആക്സെപ്റ്റബിൾ ആക്കി മാറ്റുള്ളൂ സയൻസ് അല്ലേ? അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് വിച്ച് ഇസ് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്.
അപ്പോൾ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതായത് ആ ഒരു ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുന്നു, അത് നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത്, പിന്നെ അതിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിറ്റർമിനേഷൻ റിലേഷൻ ബിറ്റ്വീൻ ഫാക്ട്സ് ആ സമയത്ത് ഉപയോഗിക്കുന്ന ഫാക്ട്സ് തമ്മിലുള്ള ഡിറ്റർമിനേഷൻ നടത്തുന്നു. ദെൻ കാഷ്വൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നു, ദെൻ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ കൊടുക്കുന്നു, ജനറലൈസേഷൻ. ഓൾ ടുഗെദർ ഇറ്റ് ഈസ് എ പ്രൂവൺ ഐഡിയാസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ഇന്ന് ഇഫ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ടോപ്പിക് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.